ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ചേർന്ന് അതേ വർഷം തന്നെ 2500 വിദ്യാർത്ഥികളും 15ഓളം അധ്യാപകരുമുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരു 19 വയസ്സുകാരനുണ്ട് നബീൽ. നല്ല രസമുള്ള കഥയാണ്. ഞാൻ നബീലിനെ യാദൃശികമായിട്ടാണ് കാണുന്നത്. അപ്പം മുതൽ നബീലിൻ്റെ കഥ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആകെ 2-3 മണിക്കൂർ കൊണ്ട് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ 3ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ പോയി പിന്നെ 10th പ്ലസ് ടു ഓൺലൈനിൽ പഠിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് എൻ്റെ 18ാം വയസ്സിലാണ് ഞാൻ കറക്റ്റായിട്ട് ഡിഗ്രിക്ക് ചേർന്നത്. ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് വെച്ചാൽ സാധാ ഡിഗ്രി പോലെയല്ല. സാധാരണ നമുക്ക് ഓരോ യൂണിറ്റ് ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതാകുമ്പോൾ ഒരു കൗൺസിലിംഗ് എന്നാണ് പറയാം. പെട്ടെന്ന് ക്ലാസ്സുകൾ ബ്രീഫായി തീർത്ത് പോകുക എന്നുള്ളത്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാവാത്തത് എൻ്റെ കൂടെയുള്ള അടുത്ത കുട്ടികളെന്ന് വെച്ചാൽ 60-70 വയസ്സായവരുണ്ട്. കുറേ കാലവും പഠിച്ചാൽ ഇവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പം എന്തുകൊണ്ട് നമുക്കിതിലൊരു പഠിപ്പിക്കാനുള്ളൊരു സ്കോപ്പ് ഇല്ല എന്നുള്ളൊരു തോട്ട് തോന്നി. അങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ സാധനം പഠിക്കുന്ന വെച്ചാൽ അവിടെ ചേർന്ന് അതേ മാസം തന്നെ 10 ദിവസം കൊണ്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്താലേ എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഫോൺ കിട്ടുകയുള്ളൂ. അപ്പം ഈ 10 ദിവസം ഞാൻ സമയം വെച്ച് ഈ 10 ദിവസം കൊണ്ട് 150 കുട്ടികൾ ജോയിൻ ചെയ്യണം. ഒരു കുട്ടി പോലും ഞാൻ ആരാന്ന് അറിയരുത്. കാരണം 18 വയസ്സുള്ള ഒരാളാണ് ഇതിന് ബാക്കിൽ എന്ന് പറഞ്ഞാൽ ആരും ജോയിൻ ചെയ്യൂല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ട സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് ഞാനൊരു വോയിസ് ക്രിയേറ്റ് ചെയ്തു. ഈ വോയിസ് ബേസ് ചെയ്തിട്ട് ആ ഒരൊറ്റ വോയിസ്, ഫോം വിളിക്കാനോ സെയിൽസ് ടീമിനോ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് 10 ദിവസം കൊണ്ട് ഒരു 150 കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ചു. പക്ഷേ നമ്മളിൽ പഠിച്ച എല്ലാ കുട്ടികളും പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പാസ്സായില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കും കുട്ടികൾക്ക്. അങ്ങനെ കൂടെ വെച്ചിട്ടാണ്. എത്ര സ്റ്റാഫ്, എത്ര വിദ്യാർത്ഥികളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ 2500 കുട്ടികൾ, 25 സ്റ്റാഫുകൾ എന്നൊക്കെ വെച്ചാൽ കിട്ടാവുന്നതിൽ വെച്ച് ഡിസ്റ്റൻസ് ലേണിങ്ങിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് മാത്രമേ ഉള്ളൂ. അതായത് മിനിമം നെറ്റ്, JRF, പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക്, മദ്രാസ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക്, 20 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ്, അതുപോലെയുള്ള ഫാക്കൽറ്റീസാണ് നമ്മളതിൽ മൊത്തം ക്ലാസ് എടുക്കുന്നത്. കാരണം ഡിഗ്രിയാണ്, ഡിസ്റ്റൻസ് ഡിഗ്രിയുള്ള കുട്ടികൾക്ക് കുറേ സമയമില്ല. കുറച്ച് സമയം കൊണ്ട് ഉള്ള ടോപ്പിക്കുകളെ നല്ലതിൽ മനസ്സിലാക്കാൻ വേണം. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ആവശ്യമുള്ള മാത്രമേ കിട്ടാനും പാടുള്ളൂ. ആ ഒരു സാധനം മൊത്തം നമ്മൾ ഈ ഫാക്കൽറ്റീസിന് വെച്ച് ചെയ്യാൻ തുടങ്ങി. ശരിക്കും എത്ര വയസ്സായി? ശരിക്കും ഇപ്പം 19, 18ലാണ് സ്റ്റാർട്ട് ചെയ്തത്. 19 വയസ്സ് കണ്ടാൽ ഒരിക്കലും തോന്നുന്നു. പക്ഷേ ഞാൻ എൻ്റെ ആധാർ കാർഡൊക്കെ എടുത്ത് നോക്കി, ശരിക്കും 19 വയസ്സായിട്ടേ ഉള്ളൂ. എന്തായാലും ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നപ്പം ശരിക്കും പറഞ്ഞാൽ 3ാം ക്ലാസ് വരെ പഠിച്ച നോളജ് എനിക്ക് സ്കൂൾ ബേസ്ഡ് കാര്യങ്ങളിലുള്ളൂ. പിന്നെ ജസ്റ്റ് എഴുതാനും വായിക്കാനൊക്കെ അറിയാം. അങ്ങനെ ഡിഗ്രിയിൽ ചേർന്ന് ഫസ്റ്റ് മാസം ഞാൻ ക്ലാസ്സിന് പോയി. പക്ഷേ ക്ലാസ്സിന് പോയ സമയത്ത് എനിക്ക് ക്ലാസ് മനസ്സിലാവണില്ല. എന്താ റീസൺ എന്ന് വെച്ചാൽ അവരെന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം ബുക്കൊക്കെ വായിച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിലേക്ക് വരാൻ. കാരണം 6 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇതൊന്നും ബാക്ക്ഗ്രൗണ്ടിൽ അറിയാത്ത ഞാൻ 6 മണിക്കൂർ കൊണ്ട് ഡിഗ്രി സിലബസ് ലെവലിലുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഇത് ഞാൻ ചിന്തിച്ച് വെച്ചാൽ അവിടെ വരുന്ന കൂടുതൽ കുട്ടികൾ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ കൂടുതൽ കുട്ടികൾ, സാധാ കുട്ടികളൊക്കെ ഡിഗ്രിക്കോ റെഗുലറായിട്ട് കുറേ കാലം പഠനമൊക്കെ നിർത്തിയ ആളുകളെ പോകും. അപ്പോൾ ഇവർക്ക് ബാക്ക് എൻഡ് ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പം ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് എന്നെ പോലെ തന്നെയായിരിക്കും, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നറിഞ്ഞപ്പോൾ ഇതിനെന്തുകൊണ്ട് നമുക്കൊരു സംരംഭമായി എടുത്തുകൂടാ, എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നല്ലൊരു ക്ലാസ് കൊടുത്ത് ഇവർ പാസ്സാവേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടുതലുള്ള 2 ആൾ ചോദിച്ചാൽ ആർക്കും ഫാമിലിനോട് പോലും സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല തുടങ്ങുമ്പോൾ. കാരണം അവരെന്തായാലും സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം പ്ലസ് 2 കഴിഞ്ഞ് ഞാനെങ്ങനെയാണ് ഡിഗ്രി തുടങ്ങാൻ പറ്റും? സിലബസ് പോലും എനിക്ക് നോക്കാൻ അറിയില്ല. കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ കാരണം എൻ്റെ വീട് വിൽക്കേണ്ട വന്നു. എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അത് മാത്രമെന്നല്ല, പക്ഷേ ഇതൊരു റീസണാണ്. കാരണം കടം വീട്ടുമ്പോഴേക്ക് ആ പൈസ മൊത്തം ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ വാപ്പൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. പക്ഷേ 10 ദിവസം കൊണ്ട് 1 രൂപ പോലും ചിലവാക്കാണ്ട് ഒരു 150 കുട്ടികളെ ജോയിൻ ചെയ്ത് അടുത്ത 6 മാസത്തേക്കുള്ള ചിലവ് മൊത്തം ഈ 10 ദിവസം കൊണ്ട് കിട്ടിയാൽ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഫീസ് വാങ്ങൂല, 150 ആൾ ഉറപ്പായും ജോയിൻ ചെയ്യുന്ന പറഞ്ഞാൽ മാത്രമേ ഫീസ് വാങ്ങുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എല്ലാ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കും. ഇതാണ് എൻ്റെ പ്ലാൻ ഉണ്ടായത്. അപ്പം ഗ്രൂപ്പ് ഉണ്ടാക്കൽ മാത്രമായിരുന്നു ആദ്യം ഒരു പ്ലാന്. അങ്ങനെ ഞാൻ കാരണം ഹോസ്റ്റലിലാണ്, എനിക്ക് അവിടെ നിന്ന് ഫോൺ കിട്ടണമെങ്കിൽ പോലും ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഫോൺ കിട്ടില്ല. ആ ഒരു 10 ദിവസം കൊണ്ട് 150 കുട്ടികൾ ജോയിൻ ചെയ്തു. 18ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് കുട്ടികളാരും അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ എങ്ങനെ ചിന്തിക്കുക, ഇവനെങ്ങനെയാണ് ക്ലാസ് തരാമെന്ന്. സേറന്മാരൊരാളും സ്റ്റാർട്ടിങ്ങിൽ അറിയരുത്. അവരെന്താ ചിന്തിക്കുക, ഇവനെങ്ങനെയാണ് സാലറി തരിക എന്നുള്ളത്. വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുക ഇവനെങ്ങനെയാണ് സിലബസ് ഉണ്ടാക്കുക, ഇവനെങ്ങനെയാണ് സിലബസ് വെക്കുക. കൂടെ ഒരാൾ വന്നില്ല. അവസാനം ലോഗോ പോലും ഞാൻ ഉണ്ടാക്കിയത്, ലോഗോക്ക് കൊടുക്കാൻ പൈസ ഇല്ല. ഞാൻ വെച്ച് ലോഗോ ഉണ്ടാക്കി. പൈസ വെച്ചപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ക്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ലോഗോ പോലും വെക്കുന്നത്. എൻ്റെ അക്കാഡമിയിലെ മൊത്തം കാര്യവും
ആദ്യം അഡ്മിഷൻ എടുത്ത് 7-ാം തീയതി അഡ്മിഷൻ വന്ന് 7-ാം തീയതി 8-ാം തീയതിക്കുള്ളിൽ തന്നെ ഏകദേശം 3 ലക്ഷം എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അടുത്ത 6 മാസം ചിലവിനുള്ള പൈസ മൊത്തം വന്ന് ഉറപ്പായതിനു ശേഷം തുടങ്ങും മുമ്പേ വിജയിച്ചൊരു സംരംഭം പോലെയാണ്. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഫാമിലിക്ക് പൈസ ഇടാൻ പറ്റൂല, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല. പക്ഷേ പിറ്റത്തെ മാസം അത് 300 പിന്നെ അത് 500 ആ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന 2500 വിദ്യാർത്ഥികളായി. പക്ഷേ ഇപ്പോഴും ഞാൻ 1000 കുട്ടികളായപ്പോഴാണ് എൻ്റെ ഫേസ് റിവീൽ ചെയ്യണത്. ശരിക്കും കുട്ടികൾക്ക് മുമ്പിൽ ഞാൻ ആദ്യമായിട്ട് 1000 കുട്ടികൾ കഴിഞ്ഞപ്പോഴാണ് മീറ്റിങ്ങിൽ വന്നിട്ട് മുഖം തുറന്ന് കാണിച്ചിട്ട് എനിക്ക് 19 വയസ്സേ ഉള്ളൂ എന്ന് പറയണേ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബിസിനസ് ജേണി 2 ഫേസ് ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൻ്റെ ഒരു റൂമിൽ നിന്ന് 4 GB റാമുള്ള ഫോൺ വെച്ച് ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന 3 മണിക്കൂർ ഫോൺ വെച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് എത്തുന്ന സമയം വരെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ട്യൂഷൻ അക്കാഡമീസ് ഉണ്ട്, നല്ല സപ്പോർട്ട് എടുക്കാൻ അക്കാഡമീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്ക് ഇതിൻ്റെ എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ട്, അവരെന്ത് ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കും. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സ് ഇല്ല, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വാട്സപ്പിൽ ചോദിക്കാൻ പറ്റൂല, ഒന്നും ചോദിക്കാൻ ആൾക്കാരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഇവർക്കാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ നീഡ്സ്. പക്ഷേ ആ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഒരു അക്കാഡമിയും പറയാൻ മാത്രം ഒരു ഹൈപ്പിൽ നിൽക്കുന്ന അക്കാഡമി ഇല്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിന് ആരുമില്ല, എന്നാൽ ഇതൊരു ഹ്യൂജ് മാർക്കറ്റാണ്. അപ്പോൾ അവിടെ എത്തി എൻ്റെ വിഷം മൊത്തം മാറി. നമ്മളിപ്പോൾ ചെയ്യണതൊക്കെ ഞാൻ സ്വന്തം പണിയെടുത്ത് ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്, അതൊരു പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ്. ഞാൻ ഇതിൽ നിന്ന് മാറിയിട്ട് ഒരു പ്യുവർ ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് മനസ്സിലായി. അതായത് കൊച്ചിയിൽ എന്തായിരുന്നു? കൊച്ചിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു ആപ്പ് ഡെവലപ്മെൻറ്റ് കമ്പനി വിറ്റ്സ് ക്ലാസ് എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജറായിട്ടാണ് ഞാൻ അവിടെ നിന്നുണ്ടായത്. 2 കാര്യമാണ്. ഒന്ന്, എനിക്ക് അവർ ആപ്പ് ചെയ്ത് തരുന്നുണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, എന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ എത്തിച്ച അവരാണ്. അപ്പോൾ അവർക്കുള്ള മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കേണ്ടായിരുന്നു. അതിനുള്ള സ്ട്രാറ്റജി ആണെങ്കിലും അത് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളും ഞാൻ ഒരുപാട് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് 18-ാം വയസ്സിൽ ബാക്കിലെ ആപ്പിൻ്റെ ടെക്കോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. എന്നിട്ടും അവർ എന്നെ കണ്ടിട്ടാണ് കൊച്ചിയിൽ അവർ ഒരു ഇതുപോലും ഇടുന്നത്. അങ്ങനെ അതിലേക്ക് എത്തുന്നത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, 7-ാം തീയതി ഫീസ് വാങ്ങി 10-ാം തീയതിക്കുള്ളിൽ ഞാൻ ആപ്പ് ഉണ്ടാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 ദിവസം എനിക്ക് ഓടിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അതിന് പ്രശ്നം വരാൻ തുടങ്ങി. അപ്പോൾ അതൊന്നും ഒഴിവാക്കിയിട്ട് കമ്മീഷൻ ഇല്ലാത്ത ആപ്പിനെ എടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തുന്നത്. അവിടെ എത്തി അവരോട് സംസാരിച്ചപ്പോൾ അവർ നമ്മൾ തമ്മിൽ വെറുതെ തമാശയൊക്കെ ഒരു സംസാരം ഉണ്ടാവുന്നു. അങ്ങനെ അവരൊരു വലിയൊരു എമൗണ്ട് അതായത് ആപ്പ് ഫ്രീ ആയിട്ട് കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അങ്ങനെ അവർ വലിയൊരു ടാർഗറ്റ് പറഞ്ഞു, വെറുതെ തമാശയൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അതിൽ 10 ലാക്ക് പറഞ്ഞ് ഞാൻ 8 ലാക്കിൻ്റെ അടുത്തേക്ക് ഞാൻ അച്ചീവ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് എത്തുന്നത്. പിന്നെ ബിസിനസ്സിൻ്റെ 5 കാറ്റഗറികൾ, മാർക്കറ്റിംഗ് ആണ്, അതറിയാം, സെയിൽസ് അറിയാം, ഫിനാൻസ്, പിന്നെ ഓപ്പറേഷൻസ്, കാര്യങ്ങളൊക്കെ ഓരോന്നും പഠിച്ചു വരികയാണ്. ഇപ്പോഴും പ്യുവർ ആണെന്നല്ല, പക്ഷേ 0 to 1 കഴിഞ്ഞ് 1 to 3 കയറിക്കൊണ്ടിരിക്കുക, അതിനിടയില്ല. പക്ഷേ അതുപോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള 2 കമ്പനീസിൻ്റെ കൺസൾട്ടിങ് ആയിട്ട് അതിന് പുറമെ 4-5 കമ്പനീസ് വന്നായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇനി ആരും ഏറ്റെടുക്കില്ല. മെയിൻ വെച്ചാൽ മുമ്പ് ഞാൻ പറയല്ല, പ്രൊഡക്റ്റ് സെല്ലിംഗ് ആകുമ്പോൾ മാസം 1.5 ലക്ഷത്തിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു 50,000 കൂടെ കയറും എന്നുള്ള ചിന്തയിലാണ് ചെയ്തത്. പക്ഷെ ഇന്ന് എനിക്ക് അതല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫോക്കസ് മൊത്തം മാറ്റി. എൻ്റെ അക്കാഡമി എനിക്ക് ഒരു 6 വർഷം കഴിയുമ്പോൾ മിനിമം 1000 CR എത്തിക്കണം. ആ വാല്യുവേഷനിൽ എത്തിച്ചിട്ട് കമ്പനിയുടെ ഒന്നെങ്കിൽ സെല്ല് ചെയ്യുക, അതല്ലെങ്കിൽ അടുത്ത പ്ലാനിലേക്ക് അതിനെ IPOയിലേക്ക് കയറ്റണോ, അതുപോലെയുള്ള സാധനത്തിലേക്കാണ് നമ്മളിപ്പം ബഡ്ജറ്റ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ അടുത്ത 4 വർഷത്തെ പ്രൊജക്ഷൻ എന്ത് ചെയ്യണം, എത്ര പേരെ എത്തും, എവിടെയൊക്കെയാണ് പ്രശ്നം വരിക, മൊത്തം പ്രൊജക്ഷനും ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ 150 കുട്ടികൾ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരൊറ്റ വോയിസ് കേട്ടിട്ടാണ് വന്നത്. സെക്കൻഡ് മന്ത് ഞാൻ ഹോസ്റ്റലിൽ പോയി. അവിടെ നിന്ന് എനിക്ക് 3 മണിക്കൂറാണ് ഫോൺ കിട്ടുക. രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ. ഈ 3 മണിക്കൂറിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യണം, സാറന്മാരെ വിളിക്കണം, മാർക്കറ്റ് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം, കുട്ടികൾക്ക് മെൻറ്റർ സപ്പോർട്ട് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കണം. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ സെയിൽസിലേക്കുള്ള എൻ്റെ ഫോക്കസ് കുറയാൻ തുടങ്ങി. എന്നിട്ട് പിറ്റത്തെ മാസം എനിക്ക് 300 കുട്ടികളായി. കാരണം കുട്ടികൾ ഫുൾ മൗത്ത് പബ്ലിസിറ്റി. അപ്പം ഞാൻ കുട്ടികൾക്ക് ഒരു സമയത്ത് റെഫറൽ ഉണ്ടല്ലോ, നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് ഇത്ര പൈസ തരാം, അതിലാകെ 2 ആൾക്കാരാണ് എന്നോട് റെഫർ ചെയ്തതിൻ്റെ പൈസ വാങ്ങിയത്. ബാക്കിയുള്ളവരൊക്കെ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഇത്രയൊക്കെ സർവീസ് ഇങ്ങനെയൊക്കെ തരുന്നുണ്ട്, നമുക്ക് റെഫറൽ പൈസേൻ്റെ ആവശ്യമില്ല, നമ്മൾ നല്ല സർവീസാണ്, നമ്മൾ എല്ലാവരും പോയി പറയും. അങ്ങനെയാണ് ഫസ്റ്റ് സെമ്മിൽ 500 കുട്ടികളെ കവർ ചെയ്തത്. ഫസ്റ്റ് സെമ്മ് വെച്ചാൽ വെറും 3 മാസം കൊണ്ടാണ് നമുക്ക് ആ ഒരു 500 കുട്ടികൾ. അപ്പം ഇന്ന് ഇഷ്ടംപോലെ അക്കാഡമീസ് ഉണ്ട്, അവരൊക്കെ വന്ന് ചോദിക്കണം എന്നോട്, ഇത്ര ചെറിയ ബിരുദമുണ്ട്, ഇത്രയൊക്കെ അഡ്മിഷൻ എടുക്കാൻ എങ്ങനെയാണ് പറ്റുമെന്ന് ചോദിക്കും. സർവീസ് നല്ല കൊടുത്തു. ആ പ്ലാറ്റ്ഫോമിൽ എല്ലാ ചെറിയ ഫാക്കൽറ്റീസിനെ വെച്ച് സാലറി കൊടുത്ത ആളുകൾ ക്ലാസ് എടുപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ
ആ ഒരാൾ വന്നുകൊണ്ട് നമുക്കവിടെ 3 ലക്ഷം വരുമാനം ഉണ്ടാവും. പിന്നെ നമ്മൾ എന്തിനു 30 കൊടുക്കാൻ മടിക്കണം? പേടിയില്ല. പ്രൊജക്ഷൻ വന്നു, പ്രൊജക്ഷന് കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ട്. ടാർഗറ്റ് നമ്മൾ ചിന്തിക്കും, 10 ആൾ ലീഡ് വന്നു കഴിഞ്ഞാൽ 1 ക്ലോസ് ആവുമെങ്കിൽ ഒരാൾക്ക് നമ്മൾ 10 ടാർഗറ്റ് വെക്കുന്നെങ്കിൽ ആൾക്ക് നമ്മൾ 100 കൊടുത്തേ പറ്റൂ. 50 കൊടുത്തിട്ട് എന്തുകൊണ്ട് നീ 10 ക്ലോസ് ആക്കിയില്ലേ ചോദിക്കാൻ പാടില്ല. ഇന്ന് പലയിടത്തും നടക്കുന്നതാ. അവരൊരു ടാർഗറ്റ് എടുക്കും, എന്നാൽ ഫൗണ്ടേഴ്സ് ഇതിൽ പണിയെടുത്തിട്ടുണ്ടാവില്ല. അവർക്ക് അറിയില്ല അതെങ്ങനെയാണ് വർക്കാവാന്നുള്ളത്. നെബിലിൻ്റെ കഥ പറഞ്ഞാൽ തീരൂല, ഒരുപാടുണ്ട്. എന്തായാലും വിജയാശംസകളെല്ലാം നേരുകയാണ്. ക്യാമറ പേഴ്സൺ ജിജേഷ് മോഹനൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.